ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീനും പച്ചമാങ്ങയും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് 1 ടീസ്പൂണും 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 5-6 കുഞ്ഞുള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് വെക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സാക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അത് നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ 1 കപ്പോളം ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായിരുന്നു കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയൊക്കെ ചേർത്ത് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രുചിയാട്ടോ. ചെമ്മീനും പച്ചമാങ്ങയും കൂടി ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഈ കറി മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ട്.